വഹാബിക്കൊക്കെ എന്താ അറിയോ, യുക്തി കൊണ്ട് ആലോചിച്ചതാണ് ഇസ്ലാം. അല്ല മുസ്ലിയാറെ, വഹാബികൾക്ക് അള്ളാഹു റസൂൽ എന്താണോ പറഞ്ഞ് അതാണ് ഇസ്ലാം. ലോകത്ത് വേറെ ഒരുത്തം പറയുന്നു ഇസ്ലാമല്ല. വഹാബികൾക്ക് അള്ളാഹു റസൂലും എന്താണോ പറഞ്ഞ് അതാണ് ഇസ്ലാം. എന്താ പോയാല് പെണ്ണുങ്ങൾ പള്ളി പോയി വിചാരിച്ചപ്പോ എന്താണ് പെണ്ണുങ്ങൾ പള്ളി പോയി എന്ന് വിചാരിച്ച പെണ്ണുങ്ങളെ പള്ളിയിലേക്കാൻ വഹാബികൾ പറഞ്ഞല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നുള്ളത്. നമസ്കാരം എന്ന് ഫർലാക്കിയോ, ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം എന്ന് ഫർലാക്കിയോ അന്ന് മുതൽ പെണ്ണുങ്ങൾ പള്ളിയിലുണ്ട്. അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാനിന്ന് സംസാരിക്കുമ്പോഴും ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇപ്പോൾ പെണ്ണുങ്ങൾ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വഹാബികൾ ഉണ്ടാക്കിയല്ല, അള്ളാഹു റസൂൽ ഉണ്ടാക്കിയ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്നുള്ളത്. പെണ്ണുങ്ങളെ പള്ളിയിൽ പോകുന്ന പെണ്ണുങ്ങളെ തടയുക എന്നത് സമസ്തക്കാരുടെ മതത്തിലുള്ളതാണ്. ബാക്കി പറ മുസ്ലിയാറെ. അള്ളാഹുവിന്റെ റസൂല് നിയമം വെച്ചിട്ട് അള്ള നിയമം വെച്ചിട്ട് അതനുസരിച്ചാണ്, അതിനാണ് വിശ്വാസി എന്ന് പറയല്. അള്ളാഹു റസൂലും എന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കുന്നവർക്കാണ് മുസ്ലിങ്ങൾ എന്ന് പറയാം. അള്ളാഹു റസൂലും പറഞ്ഞതൊക്കെ സ്വീകരിക്കുന്ന ഒരുത്തനും സമസ്തക്കാരനാവില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതെല്ലാം വിശ്വസിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുഴുവനും പിൻപറ്റുകയും ചെയ്യുന്ന ഒരുത്തനും സമസ്തക്കാരനാവില്ല. ഒരു മുസ്ലിങ്ങളാവുകയേ ഉള്ളൂ. ബാക്കി പറ. ഓല മുസ്ലിങ്ങൾ അല്ല, തോന്നിയമാതിരി ചെയ്യുക, തോന്നിയമാതിരി മറ്റേ ചെന്നാണ്ട് പ്രാർത്ഥിക്കുക, തോന്നിയമാതിരി ചെന്നാണ്ട് സുജൂദ് ചെയ്യുക. തോന്നിയമാതിരി ചെയ്യുന്നവർ മുസ്ലിങ്ങളല്ല, അത് അള്ളാഹു സ്വീകരിക്കില്ല. തോന്നിയമാതിരി സുജൂദ് ചെയ്യുക, തോന്നിയമാതിരി നമസ്കരിക്കുക, അത് അള്ളാഹു സ്വീകരിക്കില്ല. ഇപ്പം തറാവി നമസ്കാരം വഹാബികൾ മുജാഹിദുകൾ 11 നമസ്കരിക്കുന്നത്, സമസ്തക്കാരനെ എത്ര നമസ്കരിക്കുന്നത്? പറവല്ലേറെ സമസ്തക്കാരൻ എത്രയാ? ഓന് തോന്നിയ പോലെ നമസ്കരിക്കുന്നത്, ഓന് തോന്നിയ പോലെ തറാവി നമസ്കരിക്കുന്നത്, അത് അള്ളാഹു സ്വീകരിക്കുക. അള്ളാഹു റസൂലും പറഞ്ഞത് എത്രയാണോ അത്ര നമസ്കരിക്കണം തറാവി, എന്നാലേ അള്ളാഹു സ്വീകരിക്കൂ. എനിക്ക് തോന്നുന്ന പോലെ. ബാക്കി പറ. തോന്നിയമാതിരി മറ്റേ ജാറുണ്ടാക്കിയാണ്ട് ഇതാക്കുക, അതൊക്കെ നാളെ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ ഈ തോന്നിയ അത് തെറ്റിപ്പോയല്ലോ വലിയേറെ. അവിടെ ഒന്ന് തെറ്റി, ബാക്കിയല്ലേ നിങ്ങൾ പറഞ്ഞ്. ഇതിങ്ങൾ തെറ്റിപ്പോയി പറഞ്ഞ് തോന്നിയ പോലെ ജാറുണ്ടാക്കുക. അത് ലോകത്ത് മുസ്ലിങ്ങളാരും ഉണ്ടാക്കില്ല. ജാറ ഉണ്ടാക്കുക ആരാണ്? സമസ്തക്കാരാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ലോകത്ത് എവിടെ ജാറുണ്ടോ അത് തച്ചുടച്ചിളിയാണ് പറഞ്ഞത്. കെട്ടിപ്പൊക്കിയ ഖബറുകൾ തച്ചുടക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് മുസ്ലിങ്ങളാരും ജാറുണ്ടാക്കില്ല, സമസ്തക്കാരാണ് ജാറുണ്ടാക്കുന്നത്. ഖുറാഫികൾ. ഈ ജാറുണ്ടാക്കുന്ന ആൾക്കാർ ആരാണ്? മുസ്ലിങ്ങളല്ല, ഖുറാഫികളാണ്. ബാക്കി ആരോപണങ്ങൾക്കൊക്കെ ആരെങ്കിലും ഇതേമാതിരി ചെയ്യണ്ടെങ്കിൽ മറുപടി പറയേണ്ടി വരും. മനസ്സിലായോ? അത് വലിയവർക്കറിയാം. നാളെ പരലോകത്തിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്ന് മുസ്ലിയാരെ നിങ്ങൾക്കറിയാം. നിങ്ങൾ പറയുന്ന ഓരോന്നിനും ഇപ്പം എത്ര കളവ് നിങ്ങൾ പറഞ്ഞു അല്ലേ? ഇതിനൊക്കെ മറുപടി നാളെ പരലോകത്ത് പറയണം. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് അത് ഹറാമാണ്. എന്നല്ല ഈ കാലം വരെ നിങ്ങൾ പറഞ്ഞ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ ഹറാമാകുന്നു, അതല്ല ഈ കാലം വരെ പറഞ്ഞ്. എന്നിട്ട് ഇപ്പം ഇപ്പോഴുള്ള പള്ളികളിൽ, സമസ്തക്കാരുടെ പള്ളികളിൽ ഇതാ നിങ്ങൾക്ക് ഹറാം ഹലാലാക്കിയിരിക്കുന്ന ഒരു ബോർഡ് കാണാം അല്ലേ? ഈ കാലം വരെ കള്ളുകുടി ഹറാമാണ് അല്ലേ? ഇപ്പം സമസ്തക്കാർ കള്ളുകുടി ഹലാലാണെന്ന് എഴുതിയ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാ സമസ്തൻ്റെ പള്ളികളിലും ഇപ്പം ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, ഞങ്ങളിതാ ഹറാം ഹലാലാക്കിയിരിക്കുന്നു, പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം പള്ളിയിൽ. എല്ലാം വലിയ പറയാം. ഇങ്ങനെ അതപ്പതിച്ചു പോയി, ഇത്ര പിഴച്ചു പോയി. ഒരു വിവരമില്ലാത്ത കൂട്ടർ. ഞങ്ങൾക്ക് വിവരമില്ല എന്നുള്ളൊരു വിവരം മൂല്യം പറയും നിങ്ങൾക്ക് വേണ്ടേ? അങ്ങനെ ഒരു വിവരം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഗ്രൂപ്പിൽ പറയുക.